ഡബ്സി, വെങ്കി, രവി ബസ്രൂർ, ഉണ്ണി മുകുന്ദൻ, മാർക്കോ, ഇതാണല്ലോ ഇപ്പോഴത്തെ വിഷയം. ഒരു സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ ഇറങ്ങിയതിന് പിന്നാലെ വന്ന ആ ഒരു വിവാദം. എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എനിക്കും എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം. അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം ഈ ഒരു ഇഷ്യൂവിൽ പറയുകയാണ്. എനിക്ക് ആ പാട്ട് കേട്ടപ്പോൾ, ബ്ലഡ് എന്ന് പറഞ്ഞ പാട്ട് കേട്ട സമയത്ത് ഡബ്സിയുടെ വോയിസിൽ ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് യാതൊരുവിധ ഇഷ്യൂ ഉള്ളതുപോലെ തോന്നിയില്ല. എനിക്ക് കറക്റ്റായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അദ്ദേഹത്തിന്റെ ശബ്ദം ഒരു വഴിക്ക്, മ്യൂസിക് ഒരു വഴിക്ക്, അങ്ങനത്തെ ഒരു ഫീൽ അല്ല എനിക്ക് കിട്ടിയത്. എനിക്ക് നന്നായിട്ട് പക്കായിട്ട് ആ പാട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, ഒരു പാട്ട് ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഒരു പാട്ടിന്റെ കാര്യങ്ങൾ സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്ത് അത് ഒരു ഫസ്റ്റ് പ്രൊമോ ആയിട്ട് ഇറക്കുന്ന സമയത്ത് ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ അപ്രൂവൽ കൊടുത്തിട്ടാണല്ലോ അതിനൊരു അപ്ലോഡ് പെർമിഷൻ കിട്ടുന്നത്. അതിനുശേഷമാണല്ലോ ഇത് നമ്മൾ കാണാനുള്ള സാഹചര്യം ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു പാട്ട് വന്നതിന് പിന്നാലെ ആ പാട്ടുകാരനെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ നടക്കുന്നത് അത്ര സുഖകരമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു ആർട്ടോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിക് പ്രൊഡക്റ്റ് വൺസ് അത് പ്രേക്ഷകരിലോട്ട് അല്ലെങ്കിൽ അത് ആസ്വദിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ വേർഡിക്റ്റ് തീരുമാനിക്കുന്നത് പിന്നെ ജനങ്ങളാണ്. അതിനുശേഷം അത് വീണ്ടും മാറ്റുക, അതിൽ എഡിറ്റ് നിർവഹിക്കുക എന്നുള്ള കാര്യങ്ങളിലൊന്നും അത്ര എന്റർടൈൻ ചെയ്യേണ്ട കാര്യമല്ല എന്നാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ, ഒരു ആർട്ട് പ്രൊഡക്റ്റും 100% എല്ലാ മനുഷ്യന്മാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ, എല്ലാവരും പോസിറ്റീവ് മാത്രം പറയുന്ന രീതിയിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായി വരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ കണ്ട ആർട്ടിസ്റ്റിക് പ്രൊഡക്റ്റുകളുടെ വേർഡിക്റ്റ് അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനത്തെ ആ ഒരു എലമെന്റ് എടുക്കുന്ന സമയത്ത് ഡബ്സിയുടെ ആ പാട്ട് അതിനൊരു കുറവുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആ സാഹചര്യത്തിന് പറ്റിയ ഒരു വോയിസ് അദ്ദേഹം തന്നെ കൊടുത്തു. അദ്ദേഹം കൊടുക്കുന്ന ആ വോയിസ് മ്യൂസിക് ഡയറക്ടറാണ് അപ്രൂവൽ ചെയ്തിട്ട് അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്നിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതിലൊരു വിഷയം ഞാൻ കാണുന്നില്ല. പക്ഷെ ഇതിൽ വേറൊരു കോമഡി വശം എന്താണെന്ന് വെച്ചാൽ, ഉണ്ണി മുകുന്ദൻ പ്രൊഡക്ഷനാണ് ഈ സിനിമ ചെയ്യുന്നത്. ഉണ്ണി മുകുന്ദനെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുണ്ടായി, മല്ലു സിംഗിന്റെ ഷൂട്ടിങ്ങിന്റെ പോസ്റ്റ് പ്രൊഡക്ഷന്റെ ആ സമയത്ത് ഡബിങ്ങിന് അദ്ദേഹത്തിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്തത്. നമ്മുടെ RJ മിഥുനാണ് ഉണ്ണി മുകുന്ദന് ഡബ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് അറിഞ്ഞ സമയത്ത് ഉണ്ണി മുകുന്ദന് ഭയങ്കര ഫീലായി. അദ്ദേഹം കുറച്ചു കാലം സിനിമയിൽ നിന്ന് മാറിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി എന്ന് അദ്ദേഹത്തിന്റെ ആ ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി. ഉണ്ണി മുകുന്ദൻ അദ്ദേഹം ലീഡായി വരുന്ന വളരെ ആന്റിസിപ്പേറ്റഡ് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉള്ള ഒരു മൂവി ആയിട്ടുള്ള മാർക്കോ, അതും അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനി കൊണ്ടുവരുന്ന സിനിമ, അതിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്ന സമയത്ത് ആ പാട്ടുകാരനെ മാറ്റുക എന്ന് പറയുന്നത് അത് നല്ലൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഡബ്സി അദ്ദേഹത്തിന്റെ ആ ഒരു പീക്ക് ടൈമിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്, അദ്ദേഹത്തിന്റെ കരിയറിൽ പീക്ക് ടൈം. കാരണം മലയാളത്തിലെ തന്നെ മോസ്റ്റ് ഹേർഡ് സോങ് യൂട്യൂബിൽ 220 മില്യന് മുകളിൽ കേട്ട ഒരു പാട്ട് നമ്മുടെ ഇല്ലുമിനാട്ടി, ആ പാട്ട് പാടിയ സിംഗറാണ് ഡബ്സി. അദ്ദേഹത്തിന്റെ വോയിസ് ഈ പാട്ടിന് ചേരുന്നില്ല, അല്ലെങ്കിൽ അത് മിക്സ് ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ മാറ്റിയത് ഒരു നല്ല രീതിയിലുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിനെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിന്റെ വേറൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതൊരു PR സ്റ്റണ്ട് ആയിരിക്കും. കാരണം നമ്മൾ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് പാട്ടും, വെങ്കി പാടിയ പാട്ടും അതുപോലെ തന്നെ ഡബ്സി പാടിയ പാട്ടും രണ്ടും ട്രെൻഡിങ്ങിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഓൾമോസ്റ്റ് 20 lakh വ്യൂസ് ആവാറായി നമ്മുടെ ഡബ്സി പാടിയ പാട്ട്. അതുപോലെ തന്നെ 10 lakhന് മുകളിലായിട്ടുണ്ട് വെങ്കി പാടിയ പാട്ട്. മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ട് അത് മിക്സിങ്ങിലുള്ള ഇഷ്യൂ ആണെന്ന്. ഇപ്പോൾ അങ്ങനെ മിക്സിങ്ങിലുള്ള ഇഷ്യൂ ആണെങ്കിൽ തന്നെ അത് ഡബ്സിയെ കൊണ്ട് തന്നെ മാറ്റി പാടിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഇപ്പൊ എന്താ പറയാ, ആ പ്രേക്ഷകരുടെ ഒപ്പീനിയൻ കണക്കിലെടുത്ത് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു പിച്ചൊക്കെ കുറച്ച് വേണമെങ്കിൽ പാടിപ്പിക്കുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല. ടോട്ടലി ഡബ്സി ഒഴിവാക്കിയിട്ട് പുതിയൊരു സിംഗറെ കൊണ്ടുവന്ന് ചെയ്തത് ഒരു നല്ല കാര്യമല്ല. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ആർട്ട് പ്രൊഡക്റ്റ്, ഉണ്ണി മുകുന്ദന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആക്ടിങ് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പ്രേക്ഷകരുണ്ട്. അദ്ദേഹത്തിന്റെ വോയിസ് മോഡുലേഷൻ ചില സിനിമകളിൽ ശരിയായിട്ടില്ല, ഡബിങ് ശരിയായിട്ടില്ല എന്നൊക്കെയുള്ള ഒപ്പീനിയൻ ഉള്ള ആളുകളുണ്ട്. എന്ന് കരുതിയിട്ട് അദ്ദേഹം അഭിനയിച്ച സിനിമ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ ഉണ്ണി മുകുന്ദനെ മാറ്റുന്ന സാഹചര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതും ഈ സിനിമയെ തന്നെ ഇപ്പൊ നോക്കി നോക്കൂ, ആക്ടിങ് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് മൊത്തം സിനിമ ഒഴിവാക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു കാര്യമൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക, ഒരു അനീതി അല്ലെ ആ ഒരു സിംഗറോട് കാണിക്കുന്ന ഒരു ഇൻസൾട്ട് ആയിട്ടാണ് എനിക്ക് ആ പാട്ടുകാരനെ മാറ്റിയതിൽ എൻ്റെ അഭിപ്രായമായിട്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആ പാട്ട് മൊത്തത്തിൽ മാറ്റി പുതിയ രീതിയിൽ റെക്കോർഡ് ചെയ്ത് പ്രസന്റ് ചെയ്തതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ഡബ്സി പാടിയ ആ പാട്ട് തന്നെയാണോ ഇഷ്ടപ്പെട്ടത്? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.